Hi guys, it's me, Dimallu Banker. RRB Clerk Mainsinde എൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണിത് ആഫ്റ്റർ RRB PO Mains. So I thought of sharing that with you. RRB Clerk Mains എന്ന് പറയുന്നത് RRB POനേക്കാൾ ലെവൽ കുറവാണ്. സോ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ ഇപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഗൈഡിലൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഡിമോട്ടിവേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദിസ് മോക്ക് ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് മോക്കായിരുന്നു. സോ ഞാൻ ഇതാണ് ചെയ്തത്. നമുക്ക് അനാലിസിസ് കാണാം. ടോട്ടൽ ഞാൻ 104 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. അതിൽ എനിക്ക് വന്ന സ്കോർ എന്ന് പറയുന്നത് 82.81 ആണ്. ആൻഡ് റാങ്ക് 5547. ആക്യുറസി 80% ആയിരുന്നു. അതുപോലെ തന്നെ പെർസെൻറ്റൈൽ 74 ആയിരുന്നു. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും നോക്കുകയാണെങ്കിൽ റീസണിങ്ങിൽ ഞാൻ 28 അറ്റംപ്റ്റ് ചെയ്തു ആൻഡ് എനിക്ക് 31.88 കിട്ടി. ആൻഡ് ആക്യുറസി ഉണ്ടായിരുന്നു 92.86 ആക്യുറസി ഉണ്ടായിരുന്നു. ദെൻ കമ്പ്യൂട്ടറിൽ എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ 18 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ബട്ട് എന്നാൽ കൂടിയും എനിക്ക് കുറേ നെഗറ്റീവ്സ് വന്നു. സോ എനിക്ക് 6.5 മാർക്സ് മാത്രമാണ് കിട്ടിയത്. സോ കമ്പ്യൂട്ടർ കട്ട് ഓഫ് ക്ലിയർ ചെയ്തില്ല. ദെൻ ജനറൽ അവയർനെസ്സിൽ ഞാൻ 11 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. ദെൻ 7.25 മാർക്സ് ആണ് കിട്ടിയത്. ദെൻ 72 ആണ് ആക്യുറസി. ദെൻ ഇംഗ്ലീഷിൽ 30 അറ്റംപ്റ്റ് ചെയ്തു. ബട്ട് നല്ല ഒരു റേഞ്ച് ഓഫ് റോങ് നമ്പർ എനിക്ക് കിട്ടി. 10 ക്വസ്റ്റ്യൻസോളം എനിക്ക് തെറ്റ് വന്നു. ദെൻ 17.5 മാർക്സ് ആണ് വന്നത്. ദെൻ ക്വാൻസിൽ 17 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. 19.69 മാർക്സ് കിട്ടി. അതിൽ 94% ആക്യുറസി ഉണ്ടായിരുന്നു. ദെൻ ഓവറോൾ 82.81 മാർക്സ് കിട്ടി. ഇതിലെ കട്ട് ഓഫ് 76 to 79 റേഞ്ച് ആയിരുന്നു. സോ അതിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. പക്ഷേ കമ്പ്യൂട്ടറിൽ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ എനിക്ക് പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ വളരെ നട്ഷലായിട്ടുള്ള, അതായത് വളരെ ക്യാപ്സ്യൂൾ ടൈപ്പ് ആയിട്ടുള്ള PDF മാത്രമാണ് പഠിച്ചത്. പക്ഷേ അത് എൻ്റെ PO മെയിൻസിനെയും എന്നെ നന്നായിട്ട് അത് ബാധിച്ചു. സോ ഞാനിപ്പോൾ പ്രസൻ്റ് ആയിട്ട് ഞാൻ അറോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് ആണ് കാണുന്നത്. അത് 2x മോഡിലിട്ട് ക്ലാസ്സസ് കാണും. ആ സാറിൻ്റെ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ആ ക്ലാസ്സസിൽ കൂടെ കുറേ കൂടെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇനി ക്ലർക്ക് മെയിൻസ് ഉള്ളവർ അഥവാ ഇത് ഫോളോ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അറോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് ഒന്ന് കണ്ടു നോക്കുക. അത് എഫക്റ്റീവ് ആയിരിക്കും. ദെൻ ഇനിയുള്ള ഇന്ന് ഫസ്റ്റ് ആണ്. സോ നമ്മുടെ എക്സാം വരെ എക്സാം ടൈം എപ്പോഴാണോ ആ ടൈം ബേസിസിൽ ഒരു മോക്ക് ചെയ്യുക. കാരണം എനിക്ക് എക്സാം സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. സോ ആ ടൈം നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം അനുസരിച്ച് ആ ടൈമിൽ എക്സാം വീട്ടിലിരുന്ന് ചെയ്ത് നോക്കുക. സോ നമ്മുടെ ബ്രെയിനിനെ ആ ടൈമിൽ അലേർട്ട് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇത് മോക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നെഗറ്റീവ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ ജനറൽ അവയർനെസ്സിലാണെങ്കിലും 11 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കും എന്ന് കരുതി ചെയ്തത് മാത്രമാണ് 11 ക്വസ്റ്റ്യൻസ്. അതിൽ പോലും എനിക്ക് നെഗറ്റീവ് വന്നു. സോ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നെഗറ്റീവ്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എക്സാം ഹാളിൽ പോയാലും ആ നെഗറ്റീവ്സ് ഒഴിവാക്കാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഗസ് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടത്തേ ഉള്ളൂ. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ റീസണിങ്ങിനും ക്വാൻസിനും നല്ല പ്രാധാന്യം കൊടുക്കുക. ഇംഗ്ലീഷും മാക്സിമം നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രമിക്കണം. ഇംഗ്ലീഷിലാണ് എല്ലാവർക്കും നെഗറ്റീവ്സ് വരുന്നത്. എനിക്ക് പോലും 30 അറ്റംപ്റ്റ് ചെയ്തിട്ട് ഇത്രയും മാർക്കാണ് കിട്ടിയത്. സോ നമ്മൾ ആർക്കാണെങ്കിലും നെഗറ്റീവ്സ് വരാൻ കൂടുതലും ചാൻസസ് ഉള്ളത് ഇംഗ്ലീഷും ആണ്. ആൻഡ് എനിക്ക് കൂടുതലും വരുന്നത് കെയർലെസ്നെസ് കാരണമുള്ള മിസ്റ്റേക്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.